ശ്രീ PM പത്മജൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് സമ്മിശ്ര പ്രതികരണങ്ങളാണ് വരുന്നത്. പക്ഷേ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അത് ഭാവിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കില്ലേ. പ്രത്യേകിച്ച് യുവത്വത്തിന് ഊണ് നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ്. പക്ഷേ യുവതയെ ചേർത്തു നിർത്തുമ്പോൾ ഒരു തരത്തിലും ആരെയും അവഗണിക്കുന്നുമില്ല, ഏത് മേഖലയും അവഗണിക്കുന്നുമില്ല. ഏത് മേഖലയായി കഴിഞ്ഞാലും അതിനെയൊക്കെയും ആ രീതിയിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് കരുതലോടെ സമീപിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന രീതിയിലല്ലേ പൊതുവെ ഈ ബഡ്ജറ്റിനെ വിലയിരുത്താൻ സാധിക്കുക. താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ? നമസ്തേ. ഞാൻ ഈ ബജറ്റിനെ കാണുന്നത് ജനങ്ങളെ ആശ്രിതരാക്കുക എന്നതിലുപരിയായി അവരെ ശാക്തീകരിക്കുക എന്നുള്ള ഒരു ദർശനമാണ് ഈ ബജറ്റിൽ കാണുന്നത്. ആനുകൂല്യങ്ങളോ അതേപോലെയുള്ള ഡോൾ വാരി വിതറുന്നതിന് പകരം ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, അതിൻ്റെ വിവിധ മേഖലകളെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഒരുപാട് ഗൃഹപാഠം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ബജറ്റിലെ നിർദ്ദേശങ്ങൾ കാണപ്പെടുന്നത്. കാരണം ഇന്ന് അന്തർദേശീയ രംഗത്ത് നമ്മുടെ രാഷ്ട്രം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളെ പര്യാപ്തമാക്കുക, അതേപോലെ 2047 ആകുമ്പോഴേക്കും ഒരു വികസിത ഭാരതം സാധ്യമാക്കുക, ഈ ലക്ഷ്യങ്ങൾക്ക് മുന്നിൽ കണ്ടുകൊണ്ട് വിവിധ മേഖലയിലെ വിദഗ്ധരുമായും ആ മേഖലയിൽ പങ്കാളികളുമായും നടത്തിയ ചർച്ചയിൽ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പെയിൻ പോയിന്റ്സ് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഓരോ മേഖലയിലും ചെയ്യേണ്ട കാര്യങ്ങൾ വലിയൊരു ഹോംവർക്കിൻ്റെ ഫലമായി ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിനോരോന്നുമുള്ള പരിഹാരങ്ങൾ നിർണ്ണയിക്കുക. ആ രീതിയിൽ ജനങ്ങളെ ശാക്തീകരിക്കുക, ജനങ്ങളെ വികസനത്തിൻ്റെ പങ്കാളികളാക്കിക്കൊണ്ട് രാജ്യവികസനം നേടുക എന്നുള്ള ഒരു ദർശനമാണ് എനിക്ക് ഈ ബജറ്റിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡോൾ വിതരണം ചെയ്യുന്നതാണ് ബജറ്റ് എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിൽ നിരാശ തോന്നുന്നത് സ്വാഭാവികമാണെന്നും എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ വളരെ ആവേശഭരിതനാണ് ഈ ബജറ്റിലെ അപ്രോച്ചിനെ പറ്റി. കാരണം നമ്മുടെ ധനകാര്യമന്ത്രി 3 കർത്തവ്യങ്ങളെപ്പറ്റി പറഞ്ഞു. കർത്തവ്യ ഭവനിൽ വെച്ച് ഉണ്ടാക്കിയ ആദ്യത്തെ ബജറ്റ് എന്നുള്ള രീതിയിൽ 3 കർത്തവ്യങ്ങൾ അവർ പറയുകയുണ്ടായി. ഒന്നാമത് ഇപ്പോഴുള്ള വളർച്ചാ നിരക്ക് അത് സസ്റ്റെയിൻ ചെയ്യുക, നിലനിർത്തുക, അതേപോലെ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് ജനങ്ങളുടെ ആസ്പിരേഷൻ, അതായത് ആശയാഭിലാഷങ്ങളെ പ്രായോഗികമായി കൊണ്ടുവരിക എന്നുള്ളത്. മൂന്നാമത്തത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ മുദ്രാവാക്യം, അത് എല്ലാ കുടുംബങ്ങൾക്കും, എല്ലാ കമ്മ്യൂണിറ്റീസിനും, എല്ലാ സെക്ടേഴ്സിനും, എല്ലാ റീജിയൻസിനും റിസോഴ്സസ് ലഭ്യമാക്കുക എന്നതിലൂടെ. അപ്പോൾ ഈ 3 കർത്തവ്യങ്ങളാണ് ബജറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ധനകാര്യമന്ത്രി സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് സഹായകമാവുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ ലക്ഷ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി ജനങ്ങളെ ശാക്തീകരിക്കുക, വിവിധ മേഖലകളെ ശാക്തീകരിക്കുക, അവരെ സ്വയം പര്യാപ്തരാക്കുക, അവരെ എന്നും ആശ്രിതരായി നിലനിർത്താതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ബജറ്റിൻ്റെ ദർശനമായിട്ട് ഞാൻ കാണുന്നത്.